നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ കനത്തു, രോഗബാധ കൂടും, റബ്ബർ കർഷകർ ആദിയിൽ. റബ്ബറിന് മികച്ച വിലയുള്ളതിനെ തുടർന്ന് മഴക്കാല ടാപ്പിങ്ങിനായി മരത്തിന് മഴമറയിടുന്ന ജോലികൾ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ഇത്തവണ മഴ കൂടുതലായതിനാൽ രോഗങ്ങൾ കൂടുമെന്ന് ആശങ്ക. ഇലകൊഴിച്ചിൽ, ചീക്ക്, പട്ടചീയൽ തുടങ്ങിയവ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് റബ്ബർ ബോർഡിൻ്റെയും മുന്നറിയിപ്പ്. ഇലകൊഴിച്ചിൽ ബാധിച്ചാൽ 40% വരെയും, ചീക്ക്, പട്ടചീയൽ എന്നിവ ബാധിച്ചാൽ 30% വരെയും ഉൽപാദനം കുറയാനിടയാക്കുമെന്ന് റബ്ബർ ബോർഡ് അധികൃതർ പറഞ്ഞു. മഴമറയിടുന്നതിനൊപ്പം രോഗപ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കണമെന്ന് റബ്ബർ ബോർഡ് കർഷകർക്ക് നിർദ്ദേശം നൽകി. മഴമറയിടാനും ഇലകൊഴിച്ചിലിനും മരുന്ന് സ്പ്രേ ചെയ്യാനും റബ്ബർ ബോർഡ് ഹെക്ടറിന് 4000 രൂപ സഹായം നൽകുന്നുണ്ടെങ്കിലും പരിമിതമാണ്. സംസ്ഥാനത്ത് മഴമറയിടാൻ 30,000 ഹെക്ടറിന്, മരുന്ന് സ്പ്രേ ചെയ്യാൻ 10,000 ഹെക്ടറിന് മാത്രമാണ് സഹായം. രോഗപ്രതിരോധം ഇങ്ങനെ: ഇലകൊഴിച്ചിൽ തടയാൻ ഹെക്ടറിന് 8 കിലോഗ്രാം കോപ്പർ ഓക്സി ക്ലോറൈഡ് 40 ലിറ്റർ സ്പ്രേ ഓയിലിൽ കലർത്തി മൈക്രോൺ സ്പ്രേയർ ഉപയോഗിച്ച് അടിക്കണം. മരത്തിൻ്റെ കവരഭാഗത്ത് ചിലന്തിവല പോലെയുള്ള പൂപ്പൽ കാണുന്നതാണ് ചീക്ക് രോഗത്തിൻ്റെ ലക്ഷണം. തിറം എന്ന മരുന്ന് റബ്ബർ കോട്ടിൽ ചേർത്ത് ലക്ഷണം കണ്ട ഭാഗത്ത് പുരട്ടണം. ചീക്ക് തടഞ്ഞില്ലെങ്കിൽ രോഗം വന്ന ഭാഗം പൊട്ടി റബ്ബർ പാൽ പുറത്തേക്കൊഴുകുകയും മരം ഉണങ്ങി നശിക്കുകയും ചെയ്യും. പട്ടചീയൽ പ്രതിരോധിക്കാൻ ഇൻഡോഫിൽ M45 എന്ന മരുന്ന് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെട്ടുചാലിൽ 10 ദിവസത്തിലൊരിക്കൽ പുരട്ടി കൊടുക്കണം. ചിലവ് താങ്ങാനാകാത്ത സ്ഥിതി: ഇലകൊഴിച്ചിലിന് മരുന്ന് സ്പ്രേ ചെയ്യാൻ വലിയ തുക വേണ്ടിവരുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. 1 ഹെക്ടറിൽ മരുന്ന് സ്പ്രേ ചെയ്യാൻ ചുരുങ്ങിയത് 15,000 രൂപ വേണ്ടിവരുമെന്ന് ആണ് കണക്കാക്കുന്നത്. മറ്റ് രോഗപ്രതിരോധങ്ങൾക്കുള്ള ചെലവ് വേറെയും വരും. സഹായം വർദ്ധിപ്പിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. 2 വർഷം മുമ്പ് മരുന്ന് തളിക്കാൻ ഹെക്ടറിന് 7,500 രൂപ നൽകിയിരുന്നതാണ് 4,000 രൂപയായി ചുരുക്കിയത്. മഴ ഇനി വരും ദിവസങ്ങളിലും ഇതേപോലെ ശക്തിയായി തുടർന്നു കഴിഞ്ഞാൽ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം മഴ ഇതേപോലെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റബ്ബർ മരത്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോകും, പട്ടയഴുകി പോകും. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. റബ്ബറിന് മഴ ആവശ്യമാണെങ്കിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുമെങ്കിലും മഴ കൂടുതലായി കഴിഞ്ഞാൽ റബ്ബറിന് വളരെ ദോഷം തന്നെയാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.